വൃശ്ചികം രാശി, വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2026 വിഷുഫലം. ഏപ്രിൽ 14 മുതൽ പറഞ്ഞാൽ മേടം 1 മുതൽ ഒരു വർഷത്തെ വിഷുഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യൻ ഉച്ചരാശിയായ മേടൻ രാശിയിലാണ്. വർഷാരംഭത്തിൽ വ്യാഴം മിഥുനൻ രാശിയിലാണ്, നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. ജൂൺ 2 വ്യാഴം ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 9ാം ഭാവം പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്തേക്ക് മാറും വ്യാഴം. കഴിഞ്ഞ വർഷത്തേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളും ഭാഗ്യവും കിട്ടുന്ന വർഷമാണ് 2026 വിഷുഫലം. നിങ്ങളുടെ ടെൻഷൻ, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള ടെൻഷൻ, അതുപോലെ ശത്രുക്കളൊക്കെ മാറിക്കിട്ടും. വർഷാരംഭം നിങ്ങൾക്കൊരു സമ്മിശ്ര ഫലമാണ് കിട്ടുക എങ്കിലും ജൂൺ മുതൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് സർവൈശ്വര്യവും സൗഭാഗ്യവും വന്നു ചേരും. ദൈവാനുഗ്രഹം വർദ്ധിക്കും. മുടങ്ങിയ കാര്യങ്ങൾ, മുടങ്ങിയ ധനമൊക്കെ വന്നു ചേരും. തൊഴിൽപരമായിട്ട് പുരോഗതി ഉണ്ടാകും. ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, പുതിയ ജോലിക്ക് അവസരങ്ങൾ കിട്ടാൻ, അതുപോലെ ഗവൺമെന്റ് ജോലി കിട്ടാനൊക്കെ അനുകൂലമായ വർഷമാണ്. ബിസിനസ്സിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. ബിസിനസ് തുടങ്ങാൻ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പിനൊക്കെ അനുകൂലമായ വർഷമാണ്. എല്ലാ മേഖലയിൽ ഉള്ള ആളുകൾക്കും ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു വർഷമായിരിക്കും. അതുപോലെ അവിവാഹിതർക്ക് വിവാഹ ഭാഗ്യം, ദാമ്പത്യം നിങ്ങളുടെ നല്ലതാകും. സന്താന ഭാഗ്യം, സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026. നല്ല ആത്മധൈര്യം ഉണ്ടാകും. അതുപോലെ പേര്, പ്രശസ്തിയൊക്കെ നിങ്ങളുടെ വർദ്ധിക്കും. ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. അതുപോലെ ലോട്ടറി, ചിട്ടിയിൽ നിന്നൊക്കെ ധനം കിട്ടാനൊക്കെ അനുകൂലമായ വർഷമാണ്. ശത്രുക്കളുടെ മേൽ വിജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വീട് വെക്കാൻ അനുകൂലമായ വർഷമാണ്. വസ്തു വാഹന ലാഭം ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. രാഹു കേതു നിങ്ങൾക്കൊരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ സർപ്പപ്രീതി വരുത്തുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ഒപ്പം തന്നെ നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു പ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് നല്ല ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്